അല്ല, അത് റിയാസ് പറഞ്ഞ റിയാസ് എല്ലാ ദിവസവും അങ്ങനെയല്ല പറയാനൊക്കത്തുള്ളൂ. റിയാസ് മാത്രമല്ല ഉള്ളോ പിണറായി വിജയന് വേണ്ടി സംസാരിക്കുന്നത്, അതെല്ലാ ദിവസവും പറയുന്നതായിട്ട്. ഈ വിധിയെഴുത്ത് വന്നിട്ടും അങ്ങനെ വിലയിരുത്തലുമായി പോയാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. പിന്നെ റിയാസിന് തിരിച്ചു പറയാനൊക്കൂ? റിയാസ് മാത്രമാണ് അത് പറഞ്ഞത്, റിയാസിന് തിരിച്ചു പറയാനൊക്കത്തില്ല. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിൻ്റെ പാത, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയ പാത വിട്ട് ആര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. അത് സന്ദീപിനെ പോലെ ചെറുപ്പക്കാരൻ അങ്ങേയറ്റം നിന്ന് അവിടെ ഏതറ്റം വരെയും പോയി ഞങ്ങളെ എതിർത്തെങ്കിലും ആ പാത വിട്ടിട്ട് മതേതര ചേരിയിലേക്ക് വന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. ആ നിലയിൽ നോക്കുമ്പോൾ സന്ദീപ് വാര്യൻ്റെ വരവ് ഗുണം ചെയ്തു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു അസറ്റുമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പരമ്പരാഗത വോട്ടുകളല്ല, ബി ജെ പിക്ക് വളർച്ച ഒരു ഘട്ടം വരെ വന്ന് നിൽക്കുകയാണ്. ഇ ശ്രീധരൻ മത്സരിച്ച പശ്ചാത്തലത്തിൽ കുറേ അധികം വോട്ടുകൾ അവർക്ക് കൂടുതൽ ലഭിച്ചു. പക്ഷേ ഇപ്പോൾ അതിനകത്തെ ആഭ്യന്തര വിഷയങ്ങൾ അടക്കം പ്രതിഫലിച്ചതുകൊണ്ടാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ വോട്ട് കുറയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ബി ജെ പിയുടെ ശക്തി നമ്മൾ പർവ്വതീകരിച്ച് കാണേണ്ട കാര്യമില്ല. പക്ഷേ അവിടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ക്രമാതീതമായി അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ കിട്ടാത്ത നിലയിലേക്കൊരു വർധനവുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സന്തോഷപ്പെടുത്തുന്ന കാര്യമാണ്. ഞാനത് ഒറ്റയടിക്ക് വിശകലനം ചെയ്തപ്പോൾ ഇത് ഒരു എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, വട്ടിയൂർക്കാവാണേലും പാലക്കാടാണേലും ബി ജെ പി ജയിക്കുമെന്ന് കണ്ടപ്പം ഞങ്ങളെല്ലാം അങ്ങോട്ട് വോട്ട് ചെയ്തു എന്നൊരു പറച്ചിലായിരുന്നല്ലോ. ഇത് ഫലം വിശകലനം ചെയ്തു കഴിഞ്ഞാൽ പാലക്കാട് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല, പലതും ബി ജെ പിക്ക് തന്നെ വോട്ട് പോയത് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ല, അന്നേരം ആ കഥ പൊളിഞ്ഞു, ആ പടം പൊട്ടി, ഏതാ ബി ജെ പി ജയിക്കുമെന്ന് കണ്ടുകൊണ്ട് CPM വോട്ട് ചെയ്തു എന്നുള്ള ആ കഥ ഇത് വിശകലനം ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടും അത് നുണപ്രചരണമായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടും. ഏതൊരു പാർട്ടി മത്സരിച്ച് കഴിഞ്ഞാൽ 3900 മേലെ കിട്ടില്ല, അതായത് CPIക്ക് പോലും കിട്ടില്ല എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന. അൻവറിനെ ഇപ്പോഴും നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ? ഗൗരവത്തിൽ കണക്കാക്കുന്നുണ്ടോ? എനിക്കൊരു അൻവറിൻ്റേതൊരു അരാഷ്ട്രീയവാദമായിട്ട് ഞാൻ കണ്ടുള്ളൂ. അൻവറിന് എന്ത് രാഷ്ട്രീയമാണ് ഈ മതേതര വിരുദ്ധ ചേരിയിൽ ആണോ മതേതരത്തിനോടൊപ്പമാണോ നിൽക്കുന്നത്? അല്ല, എവിടാ നിൽക്കുന്നത്? അൻവർ പിണറായി വിജയനെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഞങ്ങൾ മുൻപ് പറഞ്ഞത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്ന ആൾ, പക്ഷേ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരാളിനെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് അതൊന്നും ഒരു രാഷ്ട്രീയമായി ഞാൻ കാണുന്നില്ല. അങ്ങനെ വ്യക്തികൾ പലർക്കും പല വോട്ട് കിട്ടും, അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. ഇതിനൊക്കെ മറുപടി അർഹിക്കുന്നില്ലല്ലോ. അൻവർ റാലി നടത്തി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിക്ക് വേണ്ടി റാലി നടത്തി സ്ഥാനാർത്ഥിയെ പിൻവലിച്ചതല്ലേ കണ്ടത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അതൊന്ന് ഗൗരവത്തിൽ അതായത് പറഞ്ഞത് നമ്മുടെ ഒരു രാഷ്ട്രീയം നഷ്ടപ്പെടുന്നു. അതിൻ്റെ തകർച്ചയുടെ കാര്യം CPM ആണ്. അവർ വളരെ വ്യക്തിപരമായി അല്ലെങ്കിൽ BJP ദേശീയ തലത്തിൽ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചോ അതിൻ്റെ കാർബൺ കോപ്പിയാണ് CPMൻ്റെ. നിലവാരമില്ലാത്ത രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ തള്ളിവിടുകയാണ്. ഇവിടെ ആര് ജയിച്ചാലും നമുക്ക് സമ്പന്നമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. പക്ഷേ CPM, ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM എല്ലാം കളഞ്ഞു കുളിച്ച് നിലവാരമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിലേക്ക്, നമുക്കൊക്കെ മടുപ്പ് തോന്നുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ തള്ളിവിട്ടു എന്നുള്ള ദൗർഭാഗ്യകരമാണ്. പല തെരഞ്ഞെടുപ്പുകളിലും LDFനെ ഭയങ്കരമായി പിന്തുണച്ച് ഓപ്പണായി പിന്തുണച്ച ഒരിതാണ്. ഇപ്പോൾ അവർ നിയമത്തെ കാര്യത്തിൽ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം വിട്ടിട്ട് ഓപ്പണായിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്. UDFന് അല്ലെങ്കിൽ കോൺഗ്രസിനൊക്കെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അല്ല, ഇതിലെല്ലാം അതല്ലേ, SDPI LDFനെ പിന്തുണച്ചാൽ ഏറ്റവും നല്ല മതേതര കക്ഷി, അതല്ലെങ്കിൽ ഏറ്റവും വലിയ വർഗീയ കക്ഷി. അതെങ്ങനെ ആകുന്നത്? SDPIക്കോട് രാഷ്ട്രീയമായി നമുക്ക് എതിർപ്പുണ്ടെങ്കിലും രാജ്യത്ത് ഇന്ന് നിരോധിക്കപ്പെടാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരെ നിരോധിച്ചിട്ടില്ലല്ലോ. പോപ്പുലർ ഫ്രണ്ടിനെ എല്ലാം നിരോധിച്ചിട്ടുള്ളൂ. SDPI ഇന്ന് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അവർ പല തെരഞ്ഞെടുപ്പിലും പല നിലപാടെടുക്കും. അത് LDFന് അനുകൂലമാകുമ്പോൾ പുരോഗമനപരവും, ഇപ്പുറത്ത് വരുമ്പോൾ
മുസ്ലിം സമുദായം ആകെ SDPIയുടെ പിന്നിലാണെന്നുള്ള ഒരു സന്ദേശവും കൊടുക്കുന്നത് അത് തന്നെ ഏറ്റവും വലിയ മോശത്തരമല്ലേ? അംഗീകരിക്കപ്പെടാൻ ഒക്കുന്ന ഒരു ഇതാണ്. ഒരു സമുദായത്തെ ആകെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി മാറ്റി വർഗീയമായി ചിന്തിക്കുന്നു എന്നൊക്കെ വരുത്തുന്നത് അതെന്ത് രാഷ്ട്രീയമാണ്? CPM നിന്ന് വരുന്ന BJP പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. CPMന്റെ രാഷ്ട്രീയം എന്താണ്?